സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിലവറയുടെ വാതിലിൻ്റെ ആ പടിക്കെട്ടിൽ നിന്നും മുല്ലപ്പൂ കിട്ടുമ്പോൾ രാധികക്ക് വരുൺ ഇവിടെ തന്നെ ഉള്ളൂ എന്നുള്ള സംശയം തോന്നുവാണ്. രാധിക അങ്ങനെ മുല്ലപ്പൂ അവിടെ തന്നെ ഇട്ടിട്ട് മുത്തശ്ശിയുടെ പരമേശ്വരൻ്റെ അരികിലേക്ക് ഓടി ചെല്ലുവാണ് കേട്ടോ. ഇതേസമയം അവരെല്ലാവരും പോകാനായിട്ട് അമ്പലത്തിൻ്റെ മുറ്റത്ത് നിൽക്കുവാണ്. അങ്ങനെ തിരുമേനിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ. അതൊക്കെ കേട്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് തിരുമേനി. തിരുമേനി പറയുക, എന്നാലും അമ്പലത്തിൻ്റെ നടുവിൽ വെച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വല്ലാത്ത വിഷമം തന്നെയാണ്. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, എന്താണെങ്കിലും ഇനി അതിനെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞ് സമയം കളയണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് പോകാം, ഉടനെ തന്നെ പരാതി കൊടുക്കണം. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, അല്ല രാധിക മോൾ എവിടെയാ? ആ സമയം ബിജു പറയുവാണ്, രാധികയെ ഞാൻ വിളിച്ചതാ, പക്ഷെ ആ കുട്ടി അവിടെ വരുൺ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന്, എന്നാൽ ആ കുട്ടി പറയുന്നത് വരുൺ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ്. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, എങ്ങനെയെങ്കിലും ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ കൂട്ടിക്കൊണ്ടുപോകാം, വെറുതെ സമയം കളയാനായിട്ടും. വരുണിനെ കണ്ടെത്തണമെന്നാണ് അവൾക്ക് ചിന്തയുള്ളതെങ്കിൽ നമ്മുടെ കൂടെ എത്രയും പെട്ടെന്ന് വരികയല്ലേ വേണ്ടത്. അന്നേരം പ്രിയങ്കയും പറയണേ, ഈ ചേച്ചി അല്ലെങ്കിലോ അങ്ങനെ എവിടെ ചെന്നാലും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ സമയം രാധിക മുത്തശ്ശീന്നും വിളിച്ച് അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. മുത്തശ്ശി. അന്നേരം മുത്തശ്ശി കേൾക്കണേ, എന്താ മോളെ, എന്താ പറ്റിയത്? അന്നേരം രാധിക പറയണേ, മുത്തശ്ശി വരുൺ അവിടെ നിലവറക്കകത്ത് തന്നെയുണ്ട്, എനിക്കുറപ്പാണ്. വാ മുത്തശ്ശി, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ? അന്നേരം ചന്ദ്രശേഖര ചോദിക്കണേ, കുട്ടി ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ കണ്ടോ വരുൺ അതിൻ്റെ അകത്തേക്കുള്ളത്? അന്നേരം രാധിക പറയണേ, എനിക്കുറപ്പാ, നമുക്കൊന്ന് അവിടെയും കൂടി കയറി നോക്കാം മുത്തശ്ശി. ആ സമയം പ്രിയങ്ക പറയുന്നുണ്ട്, അല്ല അതിന് ചേച്ചി വരുണിൻ്റെ കൂടെ ആയിരുന്നു ഇത്രയും നേരം? അന്നേരം ഉർവശൻ ചോദിക്കുക, അതെ, കുട്ടി വരുണിൻ്റെ കൂടെ ആയിരുന്നോ? അല്ല. പിന്നെ അങ്ങനെ കുട്ടിക്കത് പറയാൻ പറ്റുന്നത്? ആ സമയം പരമേശ്വരൻ പറയണേ, എന്താണെങ്കിലും ഈ കുട്ടിയൊരു സംശയം പറഞ്ഞതല്ലേ, നമുക്ക് അവിടെയും കൂടി നോക്കാം, ഇനി നിലവറയായിട്ട് നമ്മൾ നോക്കിയില്ലെന്ന് വേണ്ടല്ലോ. അന്നേരം തിരുമേനിയും അത് ശരിവെക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി നിലവറയുടെ ഭാഗത്തേക്ക് പോകുവാണ്ടോ. ഈ സമയം കൽപ്പന ചന്ദ്രശേഖരനോട് പറയണേ, ഈ നാശം പിടിച്ചോളി എല്ലാം നശിപ്പിച്ചല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, എന്താണെങ്കിലും വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്ന നിലവറയല്ലേ, അങ്ങനെ പെട്ടെന്നാർക്കും അതിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റില്ല, പോകാൻ ശ്രമിച്ചാലും നമ്മൾ തടയണം. ഇനി അത്രയ്ക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഫയർഫോഴ്സിനെയോ മറ്റോ ഇറക്കി നോക്കാൻ പറയണം. അതിനോടകം തന്നെ അതിനുള്ളിൽ കിടന്ന് ചാകേണ്ടവൻ ചത്തു മലച്ചോളും, നിങ്ങൾ വാ. അങ്ങനെ പറഞ്ഞ് അവരും നിലവറയുടെ ഭാഗത്തെത്തുവാണ്ടോ. ഈ സമയം രാധിക പറയുക, അവിടെ കിടക്കുന്ന ആ മുല്ലപ്പൂ കണ്ടോ, അത് വരുണിൻ്റെ കയ്യിലുണ്ടായിരുന്നു, ആ മുല്ലപ്പൂ അവിടെ കിടക്കുവാണ്, അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് വരുൺ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന്. ആരെങ്കിലും നീ വാതിൽ തുറക്കും. ബിജു, ആ വാതിൽ വേഗം തുറന്നേ എന്ന് പരമേശ്വരൻ പറയുവാണ്. അങ്ങനെ ബിജു വാതിൽ തുറക്കുവാണ് കേട്ടോ. ഈ സമയം അവരെല്ലാവരും കൂടി അകത്തേക്ക് കയറുവാണ്. അങ്ങനെ അവർ വരുൺ എന്ന് പറഞ്ഞ് അവിടെയെല്ലാം വിളിച്ച് നടക്കുവാണ് കേട്ടോ. ഈ സമയം ആ നിലവറൻ്റെ ഉള്ളിൽ ആ ബേസ്മെൻറ്റ് പോലത്തെ സ്ഥലത്ത് നിന്ന് ചെറിയൊരു ഒച്ച പോലെ കേൾക്കുവാണ്. അന്നേരം രാധിക പറയണേ, വരുൺ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു, ആരെങ്കിലും ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കുമോ? അത് കേൾക്കുന്നതും ചന്ദ്രശേഖരൻ പറയണേ, കുട്ടി ഇതെന്തൊക്കെയാണ് പറയുന്നത്, വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്ന നിലവറയാ, അതിൻ്റെ ഉള്ളിൽ വല്ല വിഷവാതകവും മറ്റോ ഉണ്ടെങ്കിലോ, ഇറങ്ങുന്നവർ പിന്നെ ആരും ജീവനോട് തിരിച്ചു വരില്ല. അന്നേരം ആ തിരുമേനിയും പറയുന്നുണ്ട്, അത് ശരിയാ, വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുകയല്ലേ, ചിലപ്പോൾ ഇറങ്ങുന്ന ആൾക്ക് പോലും തിരിച്ചു വരാൻ പറ്റിയെന്ന് വരില്ല, വെറുതെ റിസ്ക് എടുക്കണ്ട. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, ഞാനെന്താണെങ്കിലും ഫയർഫോഴ്സിലേക്ക് വിളിക്കാം. അങ്ങനെ പറഞ്ഞ് മാറി നിന്ന് ഫോൺ വിളിക്കുന്നത് പോലെ കാണിക്കുവാണ്. ഈ സമയം രാധിക വീണ്ടും പറയണേ, ആരെങ്കിലും ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്ക്, ചിലപ്പോൾ വരുൺ ഇതിൻ്റെ അകത്തുണ്ടെങ്കിലോ? അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട്, അവർ 5 മിനിറ്റിലെത്തും. അതേരം അത് കേൾക്കുന്ന രാധിക പറയണേ, അവർ വരുന്നതും കാത്തു നിന്ന് കഴിഞ്ഞാൽ വരുണിൻ്റെ ജീവൻ എന്തെങ്കിലും അപകടം പറ്റും, നിങ്ങൾക്കാർക്ക് നോക്കാൻ വയ്യെങ്കിൽ ഞാൻ തന്നെ നോക്കിക്കോളാം, കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ജീവന് തന്നെ അപകടം ഉണ്ടാകുമെന്ന്. അന്നേരം രാധിക പറയണേ, എനിക്കെൻ്റെ ജീവനിൽ ഒരു പേടിയില്ല, ബിജു ആ ഫോണിൽ തന്നെ എന്ന് പറഞ്ഞ് ബിജുവിൻ്റെ ഫോണിൽ ലൈറ്റ് കത്തിച്ചിട്ട് രാധിക തന്നെ താഴത്തേക്ക് ഇറങ്ങുവാണ്. അന്നേരം പ്രിയങ്ക പറയുന്നുണ്ട്, ഈ ചേച്ചി പണ്ട് മുതലേ ഇങ്ങനെ, ആര് പറഞ്ഞാലും ഒന്നും കേൾക്കില്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്നിങ്ങനെ കാണിച്ച് കൂട്ടിക്കോളും. ഈ സമയം രാധികയാണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്കെത്തി അവിടെയെല്ലാം ലൈറ്റ് അടിച്ച് നോക്കുമ്പോഴായിരിക്കും കേട്ടോ ബോധമില്ലാതെ അവിടെ തറയിൽ കിടക്കുന്ന ആ വരുണിനെ കാണുന്നത്. അത് കാണുന്നതും രാധിക ഒച്ചത്തി വിളിക്കുക, ബിജു ഓടി വന്നേ, വരുൺ ദാ ഇവിടെ ഉണ്ട്, ബോധമില്ലാതെ കിടക്കുവാണ്. അത് കേൾക്കുന്നതും എല്ലാവരും ഞെട്ടിപ്പോകുക. അന്നേരം ബിജു വേഗം തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി പറയണേ, കണ്ടില്ലേ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, രാധിക മോള് പറഞ്ഞത് സത്യമില്ലേ, ഗൗതം നീ എന്താ നോക്കി നിൽക്കുന്നത്, നീയും കൂടി അങ്ങ് ചെല്ലും. അങ്ങനെ ഗൗതവും താഴത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുവാണ്. ഈ സമയം താഴത്തേക്ക് ഇറങ്ങുന്ന ഗൗതം അവിടെ കാല് വഴുതി വീണ് പോകുവാണ് കേട്ടോ. അന്നേരം ഗൗതത്തിൻ്റെ കരച്ചിൽ കേട്ട് ചന്ദ്രശേഖരൻ ചോദിക്കണേ, എന്തു പറ്റി മോനെ? ഒന്നുമില്ല അച്ഛാ, ചെറുതായിട്ട് കാലൊന്ന് വഴുതി വീണതാ. അങ്ങനെ ഗൗതവും ബിജുവും രാധികയും കൂടി വരുണിനെ പൊക്കിയെടുത്ത് അകത്തേക്ക് കയറ്റുവാണ്. പിന്നീട് കാണിക്കുന്നത് അമ്മയുടെ മടി ബോധമില്ലാതെ കിടക്കുന്ന വരുണിനെയാണ് കേട്ടോ. എല്ലാവരും ടെൻഷനോട് കൂടി നിൽക്കുവാണ്. ഈ സമയം പരമേശ്വരൻ പറയണേ, വരുൺ കണ്ണുറക്കുന്നില്ലല്ലോ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം.
അന്നേരം തിരുമേനി ഒരു തീർത്ഥവുമായിട്ട് അങ്ങോട്ടേക്ക് വരിക. നിക്ക്, പോകാൻ വരട്ടെ, അതിനു മുമ്പ് ഈ തീർത്ഥം ഒന്ന് ഇയാളുടെ മുഖത്ത് ഒഴിച്ചു നോക്കാം. അങ്ങനെ പറഞ്ഞ് ആ തീർത്ഥം വരുണിൻ്റെ മുഖത്തേക്ക് തളിക്കുവാണ്. ഈ സമയം പ്രാർത്ഥനയോടെ അവിടെ നിൽക്കുമായിരിക്കോട്ടെ രാധിക. അങ്ങനെ ആ തീർത്ഥം തളിക്കുമ്പോഴേക്കും വരുൺ കണ്ണു തുറക്കുവാണ് കേട്ടോ. അത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുക. മോനെ, എന്താണ് നിനക്ക് പറ്റിയത് എന്നും പറഞ്ഞ് പത്മിനി ചേർത്ത് പിടിക്കുവാണ്. ഞങ്ങളെല്ലാവരും നീ കുറച്ച് നേരത്തേക്ക് തീ തീറ്റിച്ച് കളഞ്ഞല്ലോ, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? അന്നേരം വരുൺ പറയണേ, അത് പിന്നെ അമ്മേ, ഞാൻ ഗൗതം പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അത് കേൾക്കുന്നതും എല്ലാവരും ഗൗതത്തിന് നോക്കുവാണ് കേട്ടോ. ഗൗതമാണെങ്കിൽ വല്ലാതെ ടെൻഷനായി നിൽക്കുവാണ്. അന്നേരം പരമേശ്വരൻ ചോദിക്കണേ, ഗൗതം പറഞ്ഞിട്ടോ? ഗൗതം എന്തു പറഞ്ഞു? ആ സമയം വരുൺ പറയണേ, അത് പിന്നെ ഗൗതം എന്നോട് പറഞ്ഞു രാധിക നിലവരുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ടെന്ന്. രാധിക അന്വേഷിച്ചാണ് ഞാനിവിടെ വന്നത്. ഇവിടെയൊന്നും കാണാതായപ്പോൾ ഇനി അകത്തെങ്ങാനും പെട്ടുപോയെന്നറിയാനാ അകത്തേക്ക് കയറി നോക്കിയത്. അപ്പോഴേക്കും വാതിലടഞ്ഞുപോയി. ഈ സമയം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, രാധിക മോളെ, മോൾ ഈ ഭാഗത്തേക്ക് വന്നോ? ആ അതേ മുത്തശ്ശി, ഞാൻ പക്ഷേ അകത്തേക്കൊന്നും കയറിയില്ലായിരുന്നു, ഇവിടെ വന്ന് ചുമ്മാ നോക്കിയെന്നേ ഉള്ളൂ. ഈ സമയം ചന്ദ്രശേഖരനും കൽപ്പനയും കൂടി രാധികനെ കുറ്റം പറയാൻ തുടങ്ങുക. കുട്ടി എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അന്നേരം പ്രിയങ്കയും കുറ്റപ്പെടുത്താൻ തുടങ്ങുക. ശരിയാണ്, ചേച്ചി കാരണം ഇപ്പോൾ വരുൺ ഈ ആപത്ത് പറ്റതും. അല്ലായിരുന്നെങ്കിൽ വരുണിനിങ്ങനെ ഒരു അപകടവും പറ്റില്ലായിരുന്നു. അല്ലെങ്കിലും വീട്ടിലിതുപോലെ ഇവളെയൊക്കെ കൊണ്ടു നിർത്തി ആവശ്യമില്ലാത്ത സ്ഥാനവും സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തല്ലേ, അതിൻ്റെയൊക്കെ ബലം ഇതെന്ന് കൽപ്പനയും പറയുവാൻ കേട്ടോ. അത് കേട്ടിട്ട് മുത്തശ്ശി അവരോട് പൊട്ടിത്തെറിക്കണേ, ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ? ഈ സമയം പരമേശ്വരൻ പറയണേ, ഇനി ആരും ഈ കുട്ടിയെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ച് പോകരുത്. നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ആരാ നമ്മളെ തടഞ്ഞത്? ഈ കുട്ടിയല്ലേ വന്ന് പറഞ്ഞത് നിലവറയിൽ വരുണുണ്ടാകും, ഒന്ന് കയറി നോക്കണമെന്ന്. അത് കേൾക്കാതെ നമ്മൾ പോയിരുന്നെങ്കിലോ വരുണ് നമുക്ക് ജീവനോട് കിട്ടുമായിരുന്നോ? ഇവിടെ വന്നതിന് ശേഷം താഴത്തേക്ക് ഇറങ്ങി നോക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും നോക്കിയോ? ഉള്ളിൽ വിഷവാതകം ഉണ്ടാകും, പോകുന്നവരാരും പിന്നെ ജീവനോടെ വരില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം ജീവൻ പോലും നോക്കാതെ വരുണെ രക്ഷിക്കാനായിട്ട് രാധിക മോളല്ലേ അകത്തേക്ക് കയറിപ്പോയത്. അങ്ങനെയുള്ള ഈ മോളെ ആരും കുറ്റം പറയാൻ പാടില്ല. ഈ സമയം പത്മിനി പറയണേ, മോളെ, ഞങ്ങളുടെ കണിമംഗലം കുടുംബം മുഴുവൻ നിന്നോട് കടപ്പെട്ടിരിക്കുവാണ്. ഈ സമയം രാധികയാണ് തന്നെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ വരുണിന് ഒത്തിരി സന്തോഷമാകുവാണ്. വരുൺ രാധികയെ തന്നെ നോക്കി നിൽക്കുവാണ് കേട്ടോ. അന്നേരം രാധിക പെട്ടെന്ന് അവിടെ നിന്നും പോകുവാണ്. അത് കാണുന്ന മുത്തശ്ശി ചോദിക്കണേ, മോളെ രാധികയെ, നീ എങ്ങോട്ടാണ് പോകുന്നത്? മുത്തശ്ശി, ഞാൻ നടയിലേക്ക് പോകുവാണ്. വരുണിന് ഒരാപത്തും പറ്റാതെ തിരികെ കിട്ടിയില്ലേ, അതിന് ഭഗവാനോട് നന്ദി പറയാൻ. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്നും പോകുക. അത് കേട്ട് മുത്തശ്ശി പറയണേ, കണ്ടില്ല ആ കുട്ടിയുടെ മഹത്വം, അവളുടെ ഭക്തി കണ്ടില്ലേ? അങ്ങനെയുള്ള ആ കുട്ടിയാണ് നിങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ കുറ്റം പറഞ്ഞത്. ഈ സമയം ആ തിരുമേനിയും പറയണേ, ശരിയാ, ഇന്ന് വരുണെ രക്ഷിക്കാനായിട്ട് ദൈവത്തിൻ്റെ അവതാരമായിട്ട് വന്നത് ആ കുട്ടി തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് രാധിക നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഭഗവാനെ, വരുണിൻ്റെ ജീവന് ഒരാപത്തും വരുത്താതെ തിരികെ തന്നതിന് നന്ദി. പക്ഷെ വരുൺ ഇങ്ങനൊരു അപകടാവസ്ഥയിൽപ്പെട്ടിട്ടും പലരുടെയും പെരുമാറ്റം കണ്ടില്ലേ, അവരുടെയൊക്കെ സംസാരം കണ്ടില്ലേ? വരുൺ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെ വീട്ടിൽ ഉണ്ട്. അവരാരൊക്കെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അതുവരെ എനിക്ക് കണിമംഗലത്ത് നിന്നേ പറ്റൂ. അതിനുള്ള അവസരം ഭഗവാൻ തന്നെ ഒരുക്കണേ എന്നും പറഞ്ഞ് രാധിക കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും കേട്ടോ വരുണും പത്മിനിയും മുത്തശ്ശിയും അവരെല്ലാവരും കൂടി നടയിലേക്ക് എത്തുന്നത്. വരുൺ അങ്ങനെ രാധികയുടെ അരികിലെത്തിയതിനു ശേഷം രാധികയോട് നന്ദി പറയണേണ്. ഈ സമയം മുത്തശ്ശി പറയണേ, തിരുമേനി, എന്നാൽ നമുക്ക് പൂജയുടെ ബാക്കി കാര്യങ്ങളൊക്കെ കൂടി ചെയ്തേക്കാം. അങ്ങനെ പൂജയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥനയോട് കൂടി നിൽക്കുക. ഈ സമയം പ്രാർത്ഥനയോട് കൂടി നിൽക്കുന്ന രാധികയുടെ അരികിലേക്ക് ചേർന്ന് നിൽക്കുക വരുൺ. എന്നിട്ട് ചെവിയിൽ ഇങ്ങനെ പറയുക, താൻ എൻ്റെ ഭാര്യയല്ലേ, ഭർത്താവിനെ രക്ഷിക്കേണ്ടത് ഭാര്യയുടെ കടമയാ. ഞാൻ കിട്ടിയ താലിൻ്റെ ആ ഒരു ഉത്തരവാദിത്തം താൻ എന്നോട് കാണിച്ചു, എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് വരുണിങ്ങനെ പറയുവാണ്. വരുണിൻ്റെ ആ വാക്കുകളായിട്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാധികയും. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ മാലതിയും കൂടി സംസാരിക്കുന്നതാണ്. അന്നേരം ഐശ്വര്യ മാലതിയോട് ചോദിക്കണേ, എന്തായി, മ്യൂസിക് സ്കൂളിനെ കുറിച്ച് അന്വേഷിച്ചോ? ആ അന്വേഷിച്ചു, അവിടെ ഇടക്കിടക്ക് വിദേശ ഗസ്റ്റുകളൊക്കെ വരാറുണ്ട്, പിന്നെ ഡാൻസും മറ്റു കലാപരിപാടികളൊക്കെ ഇടക്കിടക്ക് നടക്കാറുമുണ്ട്. അവിടുത്തെ സ്റ്റാഫുകളുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു, എല്ലാവരും ശ്യാമ മാഡത്തിൻ്റെ സൈഡാ, നമ്മുടെ ഭാഗത്തേക്ക് മറിക്കാൻ പറ്റിയ ആരെ അവിടെ നിന്ന് കിട്ടിയില്ല. ഈ സമയം ഐശ്വര്യ പറയണേ, അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചപ്പോൾ മാലതിയുടെ ഡൗട്ടൊക്കെ മാറിയില്ലേ? ഈ സമയം മാലതി പറയണേ, പക്ഷേ അമൃത മാഡത്തിനോട് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചു. അന്നേരം അമൃത മാഡം എന്നെ കടിച്ചു കീറാൻ വന്നു. ശ്യാമയുടെ സ്വസ്ഥത നശിപ്പിക്കാനായിട്ടാണോ ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം ഐശ്വര്യ പറയണേ, അമൃതയുടെ സ്വഭാവം ഞാൻ പറഞ്ഞതല്ലേ, ശ്യാമയ്ക്ക് വേണ്ടി ചങ്കും കരളും കൊടുത്ത് നിൽക്കുന്നവളാ അമൃത, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറുന്നത്. അന്നേരം മാലതി പറയണേ, പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നിയത് മാഡം, ഇനി എൻ്റെ സംശയം കൊണ്ട് തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല. ശ്യാമ മാഡം ഇതിനു മുമ്പും പലയിടത്തും ഇതുപോലെയുള്ള മ്യൂസിക് പരിപാടികളും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ, അവിടെ ഒന്നും കിട്ടാത്ത സ്വസ്ഥത എങ്ങനെയാണ് ഈ മ്യൂസിക് സ്കൂളിൽ നിന്ന് കിട്ടുന്നത്? അതാണ് എൻ്റെ സംശയം. അല്ല മാഡം, ഞാൻ അതിര് കിടക്കുന്നുണ്ടോ? അന്നേരം ഐശ്വര്യ പറയണേ, ഒരിക്കലുമില്ല. സത്യം പറഞ്ഞ മാലതി,
എനിക്ക് മാലതിയെ കാണുമ്പോൾ ഒരു ലൈറ്റ് ഹൗസ് പോലെ തോന്നുന്നത്. എത്ര ദൂരെയുള്ള കാര്യവും കണ്ടുപിടിക്കാൻ ലൈറ്റ് ഹൗസ് നമ്മളെ സഹായിക്കില്ലേ? അതുപോലെ ഞാൻ ശ്രദ്ധിക്കാതെ പോയ പല കാര്യങ്ങളും നോട്ട് ചെയ്ത് എനിക്ക് വെളിച്ചം പകരുന്നത് മാലതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിനി ഒട്ടും വൈകിപ്പിക്കുന്നില്ല. നാളെ തന്നെ നമ്മൾ മ്യൂസിക് സ്കൂളിലേക്ക് പോകുവാണ്. അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്താണെന്ന് നമ്മൾ നേരിട്ട് തന്നെ കണ്ടറിയാൻ പോകുവാണ്. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഐശ്വര്യയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.